ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഡോണറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2.5 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഫ്ലോറിലേക്ക് ഡയറക്റ്റായിട്ട് ഈസ്റ്റിന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതല്ല ഗ്രാനുകളായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പാലിലിട്ടിട്ട് ഒന്ന് അലിയിച്ചതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മാത്രം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുക. ഷുഗർ കുറച്ച് മുന്നിൽ നിന്നോട്ടെ കേട്ടോ. ആ രീതിയിൽ വേണം ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മുട്ട, ഒരു മീഡിയം സൈസിലുള്ള ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫ്ലോറിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ മിക്സ് ചെയ്യണത് കുറച്ച് ചൂടുള്ള ഒരു ഒരു നോർമൽ ചൂടിലുള്ള മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് വെച്ചിട്ടാണ് ഇതിനെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡ് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ചൂടുള്ള മിൽക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല സോഫ്റ്റാണ് വരെ കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗറൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ആ രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് മിൽക്ക് ചേർത്തിട്ടില്ല, എന്നിട്ടാണ് ഇതിനെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഒന്ന് മിക്സായി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാല് ഒരുപാട് ചൂടൊന്നും പാടില്ല കേട്ടോ. നോർമലായിട്ടുള്ള ചൂടേ പാടുള്ളൂ. ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഡോ പൊങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ടോട്ടലായിട്ടുള്ളത്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു പകുതിയോളം പാല് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനനുസരിച്ചിട്ട് മാത്രമേ മിൽക്ക് ചേർക്കാൻ പാടുള്ളൂ. നനവ് കൂടുതൽ പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഡോ ഇങ്ങനെ മിക്സായി വരുന്നതിനനുസരിച്ചിട്ട് മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴത്തേക്കാക്കി കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഫസ്റ്റ് വിചാരിക്കും വാട്ടർ തീരെ ഇല്ല, അതായത് കുറച്ചുകൂടി മിൽക്ക് ചേർത്ത് കൊടുക്കാമെന്ന് തോന്നും. പക്ഷേ നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കരുത്. ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. കൈ വെച്ചിട്ട് ടച്ച് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മനസ്സിലാവും ഇതിൽ കുറച്ചും കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതെല്ലാം നിങ്ങൾ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 1 കപ്പ് ഫുള്ളൊന്നും എടുക്കേണ്ടി വരില്ല, അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ മിക്സിങ്ങിനനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിൽ കുറച്ച് കുറവുണ്ട് മിൽക്ക്, അപ്പോൾ കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഇനിയും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ ബീറ്ററിൽ ഇതുപോലെ സ്റ്റാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് ഓൺ ചെയ്യരുത് കേട്ടോ. ഒന്ന് സ്ലോയിൽ ഇട്ടിട്ട് പിന്നെ അതിനെ ഹൈ സ്പീഡാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് ഹൈ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് ബീറ്റർ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കുറച്ച് കട്ടിയുള്ളൊരു ഡോ അല്ലേ, അത് സോഫ്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബീറ്റർ കംപ്ലൈൻ്റ് ആവും കേട്ടോ. ആ കാര്യം വേണം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ബീറ്റർ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇങ്ങനെ ഷെയ്ക്ക് ആവണുണ്ടായിരിക്കും, ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഇളക്കം വരുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ബീറ്ററിനായിട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ ബീറ്റ് ചെയ്യുന്ന വേണം. നമുക്ക് ഒരു ടെൻഷനാണ്, കാരണം കേക്ക് മാത്രം ചെയ്യണമെങ്കിൽ ഈ ഡോ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡോ ഇവിടെ റെഡി ആയി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന ബ്ലേഡ് നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലേ. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനോ അതുപോലെ മിക്സ് ചെയ്യാനോ യൂസ് ചെയ്യണതെല്ലാം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ടോട്ടൽ 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് മിൽക്ക് ഇതിൽ ബാക്കിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ.
ഇനി ഇതിനെ നമുക്ക് ഈ ഒരു ബ്ലേഡിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ച് കയ്യിൽ ഓയിലാക്കിയതിൻ്റെ ശേഷം വേണം എടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഡോനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഈ ഒരു ഡോണറ്റിൻ്റെ കറക്റ്റ് ഡോൻ്റെ ആ ഒരു സോഫ്റ്റ് കിട്ടോ. അപ്പോൾ ഇങ്ങനെ തിന്നായിട്ട് നമുക്ക് കിട്ടണം. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഓയിലാക്കിയിട്ട് വേണം വേറെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ വേറൊരു ബൗളിലേക്ക് ഞാൻ ഇതിനാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അടച്ചു വെക്കണം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. കൂടുതൽ ടൈമൊന്നും പൊങ്ങാൻ വേണ്ടി വെക്കരുത് കേട്ടോ. അതുപോലെ രാവിലെ വെച്ച് വൈകിട്ട് എടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരുപാട് ടൈം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓവർ സോഫ്റ്റ് ആയി പോകും. അങ്ങനെ ചെയ്യരുത്. ഇനി ഇതിനൊരു ക്ലോത്ത് വെച്ചിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ പുറത്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് ടൈമൊന്നും പൊങ്ങാൻ വേണ്ടി വെക്കരുത് കേട്ടോ. എന്നാൽ ഇതിന് കൂടുതലായിട്ട് പൊങ്ങി വരും ചെയ്യും. വെക്കും തോറും കൂടുതൽ പൊങ്ങി വരും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡോണറ്റ് കറക്റ്റ് ഷേപ്പിനൊന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഓവർ സോഫ്റ്റ് ആയി പോവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നീറ്റായിട്ട് തന്നെ നമുക്ക് ഡോണറ്റിനെ കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇതിനെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതിന് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. അതുപോലെ തന്നെ ഓവർ കട്ടിയായിട്ടും പരത്തിയെടുക്കരുത് കേട്ടോ. എന്താ പറയുക, ഒരു അത്യാവശ്യം കട്ടി വേണം. എന്നാൽ തീരെ കട്ടിയില്ലാതെ ഇരിക്കുകയും ചെയ്യരുത്. ആ രൂപത്തിൽ വേണം ഇതിനെ പരത്തിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിനെ ഡോണറ്റിൻ്റെ കട്ടർ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തിൻ്റെങ്കിലും അടപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ സെൻറ്റർ ഭാഗത്ത് ഹോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വല്ല നോസിലോ എന്തെങ്കിലും എടുത്തിട്ട് ഹോൾ കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. ആ രീതിയിൽ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ കട്ട് ചെയ്യണ സമയത്ത് ഒരുപാട് എന്താ പറയുക, പ്രസ് ചെയ്തിട്ടൊന്നും കട്ട് ചെയ്തെടുക്കരുത്. ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കറക്റ്റ് നമുക്ക് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പാത്രത്തിലേക്ക് വെക്കാം. ഇനി ഇതുപോലെ ഇതിനെല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 2 കപ്പ് ഫ്ലോർ വെച്ചിട്ട് ഞാനിവിടെ ടോട്ടൽ 9 ഡോണറ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തിക്നെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പീസ് കിട്ടില്ല. അതുപോലെ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ പീസും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റായി പോവും. അതുപോലെ തന്നെ തിക്നെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഡോണറ്റിനായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇടുക കേട്ടോ. എന്നാലേ ഉള്ളിലുള്ള ആ ഒരു ഡോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡോണറ്റ് ഓയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നിനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഫുള്ള് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോണട്ട് അത് തീരെ എണ്ണ ഒന്നും അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിലി ആയിരിക്കും. പിന്നെ അതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോഴൊക്കെ താഴെ ഓയിൽ വന്നിട്ടുള്ള അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇത് തീരെ ഓയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് ഡോണട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് എന്താ പറയുക ചൂടാറിയതിൻ്റെ ശേഷം വേണം ഒന്ന് ചൂടാറാൻ വെക്കുക. എന്നിട്ട് വേണം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വരട്ടെ. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചോക്ലേറ്റിനെ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റായി വന്നതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിങ്ക് കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഓരോ ഡോണറ്റിനെ എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഓരോന്നിലായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോണറ്റിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ അറകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ കാണാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോണറ്റ് നമുക്ക് ടേബിൾ സെറ്റിൻ്റെ ഒക്കെ കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയോ അതുപോലെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണും. താങ്ക്